എല്ലാരും എണീറ്റു. എല്ലാരും എണീച്ചു. ബെർണോ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? അപ്പോൾ ഗൈസ്, ഗുഡ് മോർണിംഗ്. നോവ സ്കോഷ്യയിലെ ഡേ 3. ഇന്നാണ് നമ്മുടെ മെയിൻ ദിവസം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്വന്തം ഡേവിഡിൻ്റെ കല്യാണമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ കല്യാണ വീഡിയോ ആയിരിക്കും കാണുന്നത്. ഉറക്കപ്പിച്ചാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. ഞാൻ 6 മണിക്ക് കണ്ണു തുറന്നതാണ്. പക്ഷേ പിന്നെയും തിരിച്ച് കുളിക്കാനും ഇവിടെ കിടക്കാൻ വേണ്ടി പോയി ഉറങ്ങി. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് കല്യാണവും ഒരു കനേഡിയൻ കല്യാണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. സോ സെറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. ഇതേതാ? നമ്മൾ ഷർട്ടിലും തേക്കുന്നത് തേച്ചതാ. അത് കുരുക്കല്ലേ? ചുരുക്കല്ലേ? ഈ മണ്ണന് നിന്റെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന എങ്ങനെ ഉരിപ്പിക്കണല്ലോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെറുക്കന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പനവിടെ വലിയ സെറ്റപ്പിൽ ഇരിക്കും. കണ്ടോ ഗൈസ്, യൂട്യൂബറിന്റെ വായിൽ നിന്ന് വരുന്നത് കണ്ടോ ഗൈസ്? ഇതാണ് ശരിക്കുള്ള ഡോണിറ്റോജോ. ഇതാണ് കല്യാണച്ചക്കനും കല്യാണച്ചക്കന്റെ ശിങ്കടികൾ. കൂടിയൊക്കെ വലിച്ചോണ്ടിരിക്കുക. കൊള്ളുന്നില്ല. മുട്ടക്കൈ എടാ, വീഡിയോ കിട്ടോ? Now can you give him a toss? Yeah, perfect. Toss to the water. Hey guys, അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ഡ്രസ്സൊക്കെ മാറി ഫസ്റ്റ് സെറ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുവാണ്. ഇവിടെ നേരെ അടുത്ത ഫോട്ടോഷൂട്ടിലെ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇനി അവിടെ ചെന്ന് കാണാം. ഇംഗ്ലീഷ് അറിയാം. ഗൈസ്, അവരെ ഒടുക്കത്തെ ഫോട്ടോഗ്രാഫി നമ്മളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. നമ്മൾ ഐസ് കോഫി കുടിക്കും. കട ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. Hey guys, this is David. What you guys feeling? Guys, ഇവരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. Yes guys, ഞാൻ തന്നെ. Hey guys, അങ്ങനെ നമ്മൾ കല്യാണ വെന്യൂവിൽ എത്തിയിരിക്കുകയാണ്. അവിടെയാണ് വെന്യൂ. നമ്മുടെ ചെറുക്കന്മാരെല്ലാം റെഡി. പെണ്ണും ചെറുക്കനും എത്തിയിട്ടില്ല. പെണ്ണിനും ചെറുക്കനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇതാ നമ്മുടെ വെന്യൂ നടക്കുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കേട്ടോ.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ടേബിളിലാണ് ആരാണ് ഇരിക്കേണ്ടതെന്ന് ഓൾറെഡി പ്രീസെറ്റാണ്, അല്ലാണ്ട് ഓടി വന്ന് കയറി ഇരിക്കുകയല്ല. അപ്പം ഇതുണ്ടോ എൻ്റെ പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സ്ഥലമുണ്ട്. അവർ നേരത്തെ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടേബിളിൽ ആരൊക്കെ ഉള്ളതെന്ന് ഇതുണ്ടോ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പേരാണോ? പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വെന്യൂവിലുള്ള ടേബിൾസിലുള്ള നെയിം ടാഗുകൾ കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അത് കല്യാണ പെണ്ണ് അല്ലെങ്കിൽ ബ്രൈഡ് സ്വന്തമായി കളക്ട് ചെയ്ത് ഓരോ ഗസ്റ്റിൻ്റെയും പേര് ഹാൻഡ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരു നല്ലൊരു പേഴ്സണൽ ടച്ചായിട്ട് തോന്നി. അതുമാത്രമല്ല ഇവിടെ ഉള്ള പൂക്കളും ഈ ടേബിളിലിരിക്കുന്ന ഫ്രൂട്ട്സും അല്ലെങ്കിൽ വൈൽഡ് ആപ്പിൾസും പീച്ചസൊക്കെ അവർ ലോക്കലി ഫെച്ച് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു നാച്ചുറൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒത്തൻറ്റിക് കനേഡിയൻ കല്യാണം കാണുന്ന പോലെ തോന്നി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം കേറ്ററിംഗുകാരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ച് അവർ തന്നെയാണല്ലേ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കല്യാണത്തിൽ വളരെ ഒരു പേഴ്സണൽ ടച്ച് എല്ലാ കാര്യങ്ങൾക്കും കൊടുത്തതായിട്ട് തോന്നി. Just before we get started, I'd like to commend us to the Lord in prayer. And Charlotte Chesson have made this solemn covenant of marriage before God and this company. By virtue of the powers vested in me by the laws of the province of Nova Scotia, I do hereby pronounce you, David and Anne Charlotte, to be husband and wife. Yay! David, you may kiss your bride. നമസ്കാരം. നാട്ടിലെവിടെയാ? എറണാകുളം. അതുകൊണ്ട് മതി. ഞാൻ കണ്ണൂർ. ഓക്കെ. കണ്ണൂർ എവിടെയാ? കണ്ണൂർ ഇരിട്ടി. നമ്മൾ ഇരിട്ടിയാ? ഞാൻ ഇരിട്ടി കീഴ്പുള്ളിയാ. ഇരിട്ടി കീഴ്പുള്ളിയാ? ഞാൻ ഇരിട്ടി മണിക്കടവാ. ഞാൻ മണിക്കടവോ? നാട്ടുകാരനാണല്ലോ. നാട്ടുകാരനാണ് കേസ്. നാട്ടുകാരൻ. ബെഞ്ച് സംസാരിക്കുന്നില്ല, ബെഞ്ച് കരയാക്കാൻ തുടങ്ങും. കനേഡിയൻ കല്യാണത്തിന് മലയാളി കാറ്ററിംഗ്. ഞാൻ ചെറുക്കൻ്റെ ആൾക്കാരാ. ഇപ്പോൾ നേരത്തെ ഒന്ന് കഴിക്കാൻ തുടങ്ങിയ. താങ്ക്സ് ഡാ. ഇത് എന്താ കുഴച്ച് തിന്നുന്നത്? എന്താ കഞ്ഞിയാ? ഇന്ത്യൻ കൾച്ചർ. This Sandar king can be found trotting low from Toronto to Cuba. He's the rare breed who can eat like a pig and stay thin. One looks at it, you better be careful.